മുകേഷ് കോടതിയിൽ ചില തെളിവുകളൊക്കെ കൊടുത്തിരുന്നു. നിങ്ങൾ തമ്മിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ? തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും മുകേഷിനോട് പിന്നീട് ഒരു 3-4 വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടിയിട്ട് താങ്കൾ പണം ചോദിച്ചു. അത് ശരി. അപ്പൊ തള്ളച്ചില്ല കാര്യമല്ല. എന്റെ പട്ടിയുടെ മെനു ഈ സാർ നോക്കണം. ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണോ? ഒരു തെറ്റുമില്ല, ഫുൾ ശരി. ഏകദേശം എത്ര രൂപയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഓർമ്മയുണ്ടോ? നമ്മൾ സത്യസന്ധമായി പറഞ്ഞാൽ, കാരണം മുകേഷ് പറഞ്ഞിരിക്കുന്നത് ആ തെളിവുകൾ എത്ര രൂപ ചോദിച്ചിട്ടുണ്ടാവും? ഇല്ലില്ല, ഞാൻ 25,000 ഞാൻ ചോദിച്ചു. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. മാരുതിക്കാർ അവിടെ നിൽക്കട്ടെ, ടൈം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു, അയ്യോ എന്നെ പീഡിപ്പിച്ച ആളും കൂടെയാണ്. അയ്യോ പിള്ളേരുടെ ഫീസ് അടക്കണം, വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി അടക്കണം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. മിനു വാട്സപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച 1-2 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ മുകേഷുമായിട്ട്. അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മള് എന്തൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നല്ല, നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ. ഇപ്പോൾ ഒരു MLA സ്ഥാനത്തിരിക്കുകയല്ലേ, അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരൻ എന്തെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. രാവിലെ നമ്മളെ പീഡിപ്പിച്ച ഒരു വിഷമം നമുക്ക് ഉള്ളിൽ കിടക്കുവാണ്. ഉച്ചക്ക് ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ. ഇപ്പോൾ ഒരു MLA സ്ഥാനത്തിരിക്കുകയല്ലേ, അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരൻ എന്തെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പോലും ചോദിച്ചിട്ട് ഇയാളെ സഹായിക്കാൻ എത്ര ക്രൂരനാണെന്ന് ഓർത്ത് നോക്കി. ഒന്ന് മനസ്സിലാക്കി അല്ലേ? സഹായിക്കണോ വേണ്ടിയോ? അയാൾക്കൊരു കടമയില്ലേ? എന്താ മോളെ നിന്റെ ഈ വാക്കുകൾക്ക് മുമ്പ് ഞാൻ പറയാം. തിരിച്ചൊരു ചോദ്യം ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചോദ്യം ചില ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ. അതുപോട്ടെ, എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല. അതാ നിന്റെ വിഷമം. പിന്നീട് മുകേഷിനോട് പണം എപ്പോഴെങ്കിലും സഹായം ചോദിച്ചിരുന്നോ? അത് കൂടാതെ അതിപ്പോ ഞാൻ ഇവിടെ എന്തൊക്കെയാലും ഞാൻ തുറന്നു പറയാം. അയാളെ വീഴ്ത്താൻ പുതിയൊരു കഥ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. 2022 എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ TV കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഇവൻ എൻ്റെ ഫോൺ എടുത്തിട്ട് മുകേഷിന്റെ നമ്പർ എടുത്തിട്ട് മുകേഷിനെ ഫോൺ വിളിച്ചത് എൻ്റെ നമ്പറിൽ നിന്നാണോ ഇവന്റെ നമ്പറിൽ നിന്നാണ് എനിക്കറിയത്തില്ല. പക്ഷെ ഇവൻ വിളിച്ച് നല്ല ചീത്ത പറഞ്ഞു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിയിട്ട് പറയാണ്, വല്ലാത്ത ധൈര്യം തന്നെ എനിക്ക്. 2022 മിനുവിന്റെ ഫോണിൽ നിന്ന് മിനു അറിയാതെ മിനു ഉള്ള ഒരു ദിവസം കസിനോട് ഈ കാര്യം പറഞ്ഞപ്പോ കസിൻ മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സത്യമായിട്ട് നടന്നതാടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരുമാതിരി വിശ്വസിക്കാത്ത പോലെ. അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു ഈ കസിൻ. ഇത് ആ കസിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, 1 lakh നേരിട്ടുണ്ട്. ഫാമിലിയെ ശരിയല്ല, വെറും കൂറ ഫാമിലി. 2013 25,000 രൂപ ചോദിച്ചു. 2022 1 ലക്ഷം രൂപ കസിൻ ചോദിച്ചു. കുറച്ച് കരുണ കാണിക്കണം മോളെ കേട്ടോ. 20,000 രൂപ അല്ല 1 ലക്ഷം രൂപ വേണം എന്ന് ആവശ്യപ്പെട്ട് മെസ്സേജ് ആയിട്ട് അയച്ചു. അത് പിന്നീട് മിനു കണ്ടു. മിനു കണ്ടപ്പോൾ മിനു പിന്നെ മുകേഷ് വിളിച്ചു പറഞ്ഞു, ഇത് ഞാൻ അയച്ചതല്ല, ഇത് കസിൻ അയച്ചതാണ്. അത്ഭുതം എന്ന് പറയട്ടെ. ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് അറിയോ? കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എടുത്ത് നോക്കുന്നത്. നോക്കിയപ്പോഴാണ് ഇവൻ ഇങ്ങനെ അയച്ചേക്കുന്നതെല്ലാം കാണാൻ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ അതിനകത്തൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയതേ, ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മിനു ആ പരാതി പറഞ്ഞില്ല. 2009 മിനുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച, മിനുവിന് ഒരു ദുരനുഭവം സമ്മാനിച്ച ഒരാളോട് പിന്നീട് 25,000 രൂപ 4 വർഷത്തിന് ശേഷം മിനു കടം ചോദിക്കുന്നു. ആ പണം തരുന്നില്ല. പിന്നീട് ഒരു 9 വർഷം കഴിയുമ്പോൾ 1 ലക്ഷം രൂപ കസിൻ വഴി അക്കൗണ്ട് നമ്പർ സഹിതം അയച്ചു കൊടുത്ത് ചോദിക്കുന്നു. ഇത് രണ്ടും ബ്ലാക്ക് മെയിലിംഗിന്റെ ഡെഫിനിഷനിൽ പെടുമോ എന്നാണ് ചോദ്യം മിനു. അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. അതുകൊണ്ട്